കെ സുധാകരൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയ ശബ്ദ സംരക്ഷണം എന്ന് പറയുമ്പോൾ ആ സ്ഥാനാർത്ഥികളെല്ലാം ശ്രീ പി കെ രാഗേഷ് നേതൃത്വം കൊടുത്ത ഒരു വിമത ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹം ഒറ്റക്കാവില്ല. ആ വിമത ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പിറകിൽ ആളുകൾ ഉണ്ടാവാം. കോൺഗ്രസിന്റെ അകത്ത് തന്നെയാണോ ഈ നെറ്റ്വർക്ക് പ്രവർത്തിച്ചത്? അദ്ദേഹത്തെ സഹായിച്ചവരുണ്ടല്ലോ, നിങ്ങൾക്കത് അറിയില്ലേ? ആരാണത്? എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്നെ കൊണ്ടതിന് പറയിക്കണം, എന്നെ കൊണ്ടതിന് പറയിക്കണം. നിങ്ങളതിന് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഈ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു നഗ്നസത്യം. ചന്ദ്രനെ ചൂണ്ടിത് ചന്ദ്രനാണ് എന്ന് കൂടി ഞാൻ പറയണോ? ഞാനൊരു കാര്യം പറയട്ടെ, പാർട്ടിയിലെ അച്ചടക്കം മുഴുവൻ ലംഘിച്ച് ഒരു പാർട്ടിക്കും ഉൾക്കൊള്ളാത്ത രീതിയിൽ ഞാനാണ് ഏകാധിപതി എന്ന് പറഞ്ഞില്ലേ? ഞാനായിരുന്നില്ല ഏകാധിപതി. ഞാനൊരു ഏകാധിപതിക്കെതിരെ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ പരിസമാപ്തിയാണിത്. അത് തീരുമാനിക്കേണ്ടത് അത് എ ഗ്രൂപ്പുകാർ പരാതി കൊടുത്തെങ്കിൽ എ ഗ്രൂപ്പുകാരോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ പ്രവർത്തനം വിലയിരുത്തേണ്ടുന്നത് എന്റെ മേൽ കമ്മിറ്റിയാണ്, KPCC ആണ്. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്നലെ ഒരേ ശ്വാസത്തിൽ പറഞ്ഞ അഭിപ്രായം എന്റെ പ്രവർത്തനത്തിനും എന്റെ നിലപാടുകൾക്കുമുള്ള രാഷ്ട്രീയ അംഗീകാരമാണ്. അതിനപ്പുറത്ത് എനിക്ക് ആരുടെയും അംഗീകാരം ആവശ്യമില്ല. മറ്റൊന്ന്. രണ്ടാമത്, ഞാൻ ഈ പാർട്ടിയുടെ ആരുമല്ല. നിങ്ങൾ എന്നെ വിലയിരുത്തി ഞാനാണ് ഏകഛത്രാധിപതി, ഞാനാണ് ഏകാധിപതി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പാർട്ടിയുടെ ആരാ? ഞാനിതിന്റെ പ്രസിഡന്റാ? ഞാനിതിന്റെ സംസ്ഥാന ഭാരവാഹിയാ? ഞാൻ MLA? ഞാൻ MP യാ? ഞാൻ DCC പ്രസിഡന്റാ? എന്തിനെന്നെ ബ്ലെയിം ചെയ്യണം? എനിക്കെന്ത് പാർട്ടിക്കകത്ത് എന്ത് ഉത്തരവാദിത്വം? ഒന്നുമില്ലാത്ത ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് എന്റെ ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ഞാൻ അംഗീകരിക്കാം. നിങ്ങൾ എന്ത് തലത്തിലാണ് എന്നെ? ഞാനാണ് സ്ഥാനാർത്ഥി നിർണയം, ഞാനാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. ഇവിടെ ഒരു സമിതിയില്ലേ? KPCC ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയില്ലേ? ആ കമ്മിറ്റിയല്ലേ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്? കെ സുധാകരൻ ഒറ്റയ്ക്കായിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അതാ ചെറിയുന്നത്. അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ പാർട്ടിയുടെ ഹൈ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി ഇന്നത് ക്ലിയർ ചെയ്തില്ലേ? അപ്പൊ ആര് തെറ്റ്, ആര് ശരി? കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ആർക്കും എന്തു അഭിപ്രായം പറയാം? ആരെയും വിമർശിക്കാം. പാർട്ടിക്കകത്ത് ഒരുപാട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ആരെക്കുറിച്ച് അഭിപ്രായം പറയാം. പക്ഷെ ആ അഭിപ്രായത്തിന്റെ ആത്യന്തികമായ സത്യാവസ്ഥയും ആത്യന്തികമായ അതിന്റെ നിലപാട് ശരിയോ തെറ്റോ എന്ന നിലപാട് നിർണ്ണയിക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ്. ആ നേതൃത്വം എന്റെ പ്രവർത്തനത്തിനും എന്റെ നിലപാടുകൾക്കും അംഗീകാരം തന്ന് പരസ്യമായി നിങ്ങളോട്, മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെയാണ്. എന്റെ പ്രവർത്തനം ശരിയെന്ന ദിശയിലും വിശ്വാസത്തിലും തന്നെയാണ് ഞാൻ ഇന്ന് നൽകുന്നത്. അതൊക്കെ എന്നും നടക്കും. കോൺഗ്രസിന്റെ അകത്ത് അതൊക്കെ എന്നും നടക്കും. കോൺഗ്രസിന്റെ അകത്ത് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, കോൺഗ്രസിന്റെ അകത്ത് എന്നും നടക്കും. പാരവെക്കാനും തകർക്കാനും ഉയർത്താനും ഒക്കെ നടത്തുന്ന പ്രവർത്തനം കോൺഗ്രസിനകത്ത് ഏത് പാർട്ടിക്കകത്തും ഉണ്ട്. കേഡർ പാർട്ടി എന്ന് പറയുന്ന CPM-ന്റെ അകത്ത് പോലും ഇപ്പൊ അത് വന്നിരിക്കുന്നു. എല്ലാ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട്. കണ്ണൂർ എനിക്കും ഉണ്ടാവാം, സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടാവാം, എല്ലാവരുടെയും ഉണ്ടാവാം, സ്വാഭാവികം. അതൊക്കെ ഇന്നും ഇന്നലെ ഉള്ളതല്ല. കോൺഗ്രസ് ഉള്ള കാലം മുതൽ പാരവെപ്പും വെട്ടും കുത്തും പൊക്കലും ഒക്കെ ഉണ്ട്. വിദ്യാഭ്യാസ കച്ചവടക്കാരൻ കോൺഗ്രസ്സുകാരനായാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത കൊച്ചയുടെ പേയ്മെന്റ് സീറ്റ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? സാമാന്യ ബുദ്ധിയുണ്ടോ നിങ്ങൾക്കത് വിലയിരുത്താൻ? 600 വോട്ടിന് CPM ജയിക്കുന്ന ഒരു വാർഡ് പേയ്മെന്റ് സീറ്റായി എടുക്കാൻ പേയ്മെന്റ് സീറ്റ് എടുക്കുന്ന ആളുകൾക്ക് തലക്ക് അസുഖമുണ്ടോ? പക്ഷേ സാധ്യതകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പറഞ്ഞില്ലേ? മത്സരിച്ചില്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരിയാ, കോൺഗ്രസ് പാർട്ടിയെ മത്സരിക്കൂ, കൈച്ചെല്ലത്തിലെ ഞാൻ മത്സരിക്കൂ എന്ന് പറഞ്ഞവരാവൾ. അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഞാനല്ല നിർദ്ദേശം വെച്ചത്. നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്തി അതിന്റെ മണ്ഡലത്തിലെ ഭാരവാഹികളും അതിന്റെ ബൂത്ത് ഭാരവാഹികളും നിങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രൊജക്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ അച്ഛൻ വരെ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തില്ലേ?
ഒരു കെട്ടായി ഒറ്റക്കെട്ടായി ഐകകണ്ഠേനയാണ് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങളുടെ പ്രൊപ്പോസലാണെന്ന് മണ്ഡലം കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും പറഞ്ഞെടുത്ത് പിന്നെ കെ സുധാകരന്റെ പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത് വിവരക്കേട്. പരാതി കൊടുത്ത രീതിയിൽ വ്യക്തമാക്കി അത് തന്നെ പ്രത്യേകം വലുതാക്കി എഴുതിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ താങ്കൾ അത് അന്വേഷിച്ചോട്ടെ. ഞാൻ നിങ്ങളുടെ സാമാന്യ ബുദ്ധിയോടാ ചോദിക്കുന്നത്. സാമാന്യ ബുദ്ധിയോട് 600 വോട്ടിന് ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സീറ്റ് പേയ്മെന്റ് സീറ്റായി ആര് വിലക്കെടുക്കുന്നവർക്ക് സാമാന്യ ബുദ്ധിക്ക് തകരാറുണ്ടോ പരിശോധിക്കണം. ഒരു ഷുവർ സീറ്റാണ് കൊടുക്കുന്നതെങ്കിൽ മനസ്സിലായി. ഒരു ഷുവർ സീറ്റ് അല്ല, കോൺഗ്രസിലുള്ള ആളാണ്. നിങ്ങൾ പല ആളെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. ഈ പി രാമകൃഷ്ണന്റെ പേര് എന്തൊക്കെ പറയണം, ഞാൻ പ്രതികരിക്കില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ പേരും കേൾക്കണ്ട, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതികരിക്കാനും എന്നോട് ചോദിക്കേണ്ട, അതിനൊന്നും ഉത്തരം കിട്ടൂല. പി രാമകൃഷ്ണനെ വിലയിരുത്തുന്നത് പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടി നേതൃത്വമാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണും. അദ്ദേഹം അതിനു മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ എന്റെ വ്യക്തിത്വത്തെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, എന്റെ റെപ്യൂട്ടേഷനെ തകർത്തിട്ടുണ്ട്, എന്റെ ക്രെഡിബിലിറ്റിക്ക് പോറലേറ്റിട്ടുണ്ടെങ്കിൽ ആ പോറലേക്ക് രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെ അപമാനിക്കുന്നത്, അതിന്റെ അപമാനത്തിന്റെ റിസൾട്ട് പാർട്ടിയെ ആത്യന്തികമായി ബാധിക്കും എന്ന പൊതു തത്വം നിങ്ങൾ ഓർക്കണം. ഉണ്ടാവാം, അതും ഒരു കാരണമാവാം. സ്വാഭാവികമായി കണ്ണൂർ പാർട്ടി ഏറ്റെടുക്കും. ഞാനെന്തിന് വ്യക്തിപരമായിട്ട് എടുക്കണം? അതാ ഞാൻ ചോദിച്ചത്, ഞാൻ പാർട്ടിയുടെ ആരാണ്? ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ ഈ പാർട്ടിയുടെ ആരാണ് ഞാൻ? അത് വേറെ. പ്രവർത്തന രംഗത്ത് എന്റെ റോൾ ഉണ്ടാകാം, എന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാം, അതിനെ നിങ്ങൾക്ക് വിലയിരുത്താം. പക്ഷേ പാർട്ടിയുടെ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വ്യക്തിയുടെ റോൾ എന്താ? സാധാരണ ഒരു വ്യക്തിയുടെ റോൾ എന്താ? ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ സുധാകരന് വേണ്ടപ്പെട്ട ആളുകളും എടുക്കുന്നു. എല്ലാം കമ്മിറ്റി KPCCയുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ മറികടന്ന് ഒരു തീരുമാനവും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അകത്ത് കണ്ണൂരിൽ നടന്നിട്ടില്ല. KC ജോസഫിന്റെ ഉപസമിതി അത് പറഞ്ഞല്ലോ, പച്ചയായി നിങ്ങളോട് പറഞ്ഞില്ലേ? വാർഡുകളിൽ നിന്ന് വന്ന പ്രപ്പോസലുകൾ വെച്ച് ആ പ്രപ്പോസലുകളെ മറികടന്ന് ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന വേല ഞാൻ ചെയ്യും. പേയ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞില്ലേ? ആ വാർഡിൽ നിന്ന് വന്ന 2 സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥിയല്ല അവരെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന വേല ചെയ്യും. ഈ 55 സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ് മത്സരിച്ച എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ വാർഡ് കമ്മിറ്റി പ്രപ്പോസ് ചെയ്ത ലിസ്റ്റിൽ നിന്നല്ല എന്ന് ഹസൻ വന്നിട്ട് പറഞ്ഞു. അത് പരിശോധിക്കും. ഹസൻ അങ്ങനെ പറഞ്ഞ് സംശയം ഉണ്ടാക്കി വെച്ച് പോയത് ശരിയായില്ല. ഹസൻ അത് പരിശോധിക്കണമായിരുന്നു. ഇവിടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ലിസ്റ്റ് കൊടുക്കുമായിരുന്നു, ലിസ്റ്റ് പരിശോധിക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ആ സംശയം അങ്ങ് ദൂരീകരിക്കാമായിരുന്നു. അതിന് പകരം സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും എന്ന് പറയുന്നത് അതൊരു സന്ദേശം, അതൊരു സംശയം ബാക്കി വെച്ച പ്രസ്താവനയാണ്. അതിനൊക്കെ അതിൽ അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ഈ കാര്യം താങ്കൾ അറിയിക്കും? ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ എന്താണ് ഇതിന് പിന്നെ ഒരു അജണ്ടയുള്ളതായി താങ്കളെ രാഷ്ട്രീയമായി കണ്ണൂരിൽ അവസാനിപ്പിക്കണം, അങ്ങനെ ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ട്? അതുണ്ടാവാം. കോൺഗ്രസിന്റെ അകത്ത് സ്വാഭാവികമാണ് ഷിജു. ഒരു മരം ചായുമ്പോഴല്ലേ അതിന്റെ കീഴ്മരങ്ങൾക്ക് വെളിച്ചവും വളരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. സ്വാഭാവികല്ലേ? അത് എല്ലായിടും ഉണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അതുണ്ടാവാം. എന്റെ പാർട്ടിക്ക് എന്നെ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. ആരെയും കാലു പിടിക്കാനും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുമുള്ള ഭാരവെപ്പിലൊന്നും കെ സുധാകരൻ രാഷ്ട്രീയത്തിലില്ല. മുൻ മന്ത്രിയാണ് താങ്കൾ, കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. പക്ഷേ പുനഃസംഘടന വരുമ്പോഴെല്ലാം താങ്കൾ തടയപ്പെടുന്നു. എനിക്ക് പുനഃസംഘടനക്കകത്ത് സ്ഥാനം കിട്ടാത്തതിന് ഒരു പരാതിയും പരിഭവവും എന്റെ മുമ്പിലില്ല. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ എനിക്ക് അർഹതപ്പെട്ട അതിനപ്പുറത്ത് അംഗീകാരം എനിക്ക് കിട്ടുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഏത് ജില്ലയിൽ പോയാലും കോൺഗ്രസിന്റെ ഒരു അധികാരത്തിന്റെ ചിഹ്നം വെച്ചുകൊണ്ട് പോകേണ്ടെന്ന ആവശ്യമൊന്നും ഇന്ന് എനിക്കില്ല. എനിക്ക് പാർട്ടി പ്രവർത്തകരിൽ അംഗീകാരമുണ്ട്. അത് ഭയമുണ്ടോ എന്ന് നിങ്ങൾ മറ്റോട് ചോദിച്ചാലേ പറയാൻ പറ്റും. എങ്ങനെ ഞാൻ പറയാതെ? അത് നിങ്ങൾ അവരോട് ചോദിക്കണം. സുധാകരൻ വന്നാൽ നിങ്ങൾക്ക് വല്ല പേടിപ്പിക്കുന്നത് അവരോട് ചോദിച്ചു, അവരുത്തരം പറയട്ടെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നോട് നല്ല സൗഹൃദത്തിലാണ് കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും. എന്നോടൊന്നും ഇന്ന് വരെ ഒരു മോശമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം എന്നോട് പെരുമാറിയിട്ടില്ല.
എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എല്ലാം എന്റെ നേതൃത്വം എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാ, എടക്കാട് പഞ്ചായത്തിലെ നടാൽ എന്ന് പറയുന്ന അങ്ങാടിയിൽ നിന്ന് കൊടികുത്തി, ചുമരെഴുതി, പോസ്റ്റ് ഒട്ടിച്ച്, ബോർഡ് വെച്ച് വളർന്നു വന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ, പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് പാർട്ടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അർഹിക്കുന്നതിലും ഏറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പാർട്ടിയെ തീരുമാനിക്കേണ്ടത്. ഒരു ശക്തിക്ഷയവും പള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഇല്ല എന്ന് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് തെളിയും. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് തെളിയും. ഞാൻ അതാ നിങ്ങളോട് പറഞ്ഞത്. പേരലൽ പാർട്ടി ഉണ്ടാക്കാൻ പോവുക. നിതീഷ് കുമാറോ, മുലായം സിംഗോ, എത്ര പേരാ? പള്ളിക്കുന്ന് മണ്ഡലത്തിന്റെ അപ്പുറത്ത് 10 പിള്ളേരുണ്ടോ? എന്ത് പാർട്ടി? ആരെ പാർട്ടി ഉണ്ടാക്കാൻ? ഇതെല്ലാം അഹംഭാവത്തിന്റെയും ധിക്കാരത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യാഘാതമല്ലേ അതൊക്കെ? ആ പ്രഖ്യാപനങ്ങളൊക്കെ സംശയം ഇപ്പോഴും പറയുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, വിജയ ഞാൻ ഒരു കാര്യം പറയാം. ശശി ഒരു കാര്യം പറയാ. ഈ വിജയനെ ഓർമ്മ വരൂ. ശശിയോട് ഒരു കാര്യം പറയാ. ഞങ്ങള് വീട്ടിന്റെ മുമ്പിലൊക്കെ മരം വെക്കൂലേ? മരം വെക്കും. നല്ല മരം, കായ്ക്കുന്ന മരങ്ങൾ. ആ മരം വലുതായി അത് വീടിനോട്ട് ചായുമ്പോ നമ്മൾ അതിനെ നിർക്കാൻ കമ്പിയിട്ട് വലിക്കും. ചില മരങ്ങൾ അങ്ങ് നീർന്നു പോകും. ചിലത് വീണ്ടും ചായും. അപ്പൊ എന്ത് ചെയ്യും? മുറിക്കും. അതൊരു പ്രകൃതി തത്വ. അതൊരു പ്രകൃതി തത്വ. പള്ളിക്കുന്ന് മണ്ഡലത്തിലും ഞാൻ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പുരക്ക് വീഴാൻ പോകുന്ന ഒരു മരം മുറിക്കുന്നതിന് പകരം അതിന് വെള്ളവും വളവും കൊടുത്ത് അതിന് ശക്തി പകർന്ന് അത് ചാഞ്ഞി പുരക്ക് വീണതാ ഇന്ന് ഈ കോർപ്പറേഷനിലെ നമ്മുടെ പതനത്തിന്റെ അടിസ്ഥാനം. അതിനാരാണോ വളമിട്ടവൻ, ആരാണോ വെള്ളമൊഴിച്ചവൻ, ആരാണോ ആ മരത്തിന് പിടിച്ചു നിൽക്കാനുള്ള കരുത്തു പകർന്നവർ, അവരാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദി. കാരണം പള്ളിക്കുന്ന് മണ്ഡലത്തിലെ 2 സീറ്റ് 3 സീറ്റ് കിട്ടുമായിരുന്നുവെങ്കിൽ സുഗമമായി ജയിക്കും. അല്ലെങ്കിൽ രാകേഷിന്റെ സീറ്റ് പോട്ടെ, അദ്ദേഹം റബലായി നിർത്തിയ 2 സീറ്റിൽ ആ 2 സീറ്റ് റബൽ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നില്ലേ? അപ്പോ ആരാണ് ഈ ഭൂതത്തെ തുറന്നുവിട്ടത്? ആരാണ് ഈ റബലിനെ വളർത്തിയെടുത്തത്? ആരാണ് പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കാൻ ഇതിന് സഹായകരമായി നിന്നത്? അവരാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി. ഞാൻ നിശ്ചയമായും പരാതി കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ അസനോട് പറഞ്ഞിട്ടുണ്ട്, തിരക്കായതുകൊണ്ട് നിങ്ങളെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, എനിക്ക് പരാതികളുണ്ട്, പരാതി നിങ്ങൾക്ക് ഞാൻ നേരിട്ട് തിരുവനന്തപുരത്ത് വന്ന് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റുമോ? അല്ല, അത് പുറത്തുള്ള ആളെങ്കിൽ അകത്തുള്ള കുടുക്ക തുറക്കുക. അകത്തുള്ള ആക്കല്ലേ ഈ മുള്ള ഈ പാത്രം തുറക്കാൻ പറ്റൂ. ശേഷമാണ് വിമതനായി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത്. അല്ലല്ല, അകത്തുള്ളപ്പം തന്നെ വിമതനായിരുന്നു. അകത്തുള്ളപ്പം തന്നെ വിമതനായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സുരേന്ദ്രേട്ടൻ പ്രസിഡന്റിൽ വെച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഒരു വിമതന്റെ പിന്തുണ ആവശ്യമാകുന്ന ഘട്ടത്തിൽ പോലും ആ വിമതന്റെ പിന്തുണ സ്വീകരിക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് പി കെ രാഗേഷ് തെരഞ്ഞെടുക്കപ്പെടുകയും അത് നിർണായകമായി മാറുകയും ചെയ്ത ഘട്ടത്തിൽ ആ വാക്ക് മുഴുവൻ മാറ്റേണ്ടി വന്നു. KPCC നേതൃത്വം പറഞ്ഞു, സുരേന്ദ്രൻ മാറ്റിയതല്ല, ഞങ്ങൾ മാറ്റിയതല്ല. KPCC നേതൃത്വം പറഞ്ഞു, കോൺഗ്രസിന് കുറ്റം തിരുത്തി, തെറ്റ് തിരുത്തി, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വിമതനായി മത്സരിച്ചു ജയിച്ച രാജേഷിന് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം ഹനിക്കരുത്, അതിന് അവസരം നൽകണം എന്ന് പറഞ്ഞപ്പോ DCCയുടെ പ്രസിഡന്റും ഞാനും അടക്കം ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ മാറി KPCCയുടെ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ പൂർണ്ണമായ ചാർജ് ശ്രീ KC ജോസഫ് നേതൃത്വത്തിൽ ചെയർമാനായ ഒരു ഉപസമിതിക്ക് നൽകി. അവർ ആകാവുന്ന എല്ലാ നെഗോസിയേഷൻസും നടത്തി. പക്ഷേ മിനിറ്റുകൾ വെച്ച് മാറി പിടി തരാതെ, കോൺഗ്രസിനെ തൊടാതെ, പുറത്തുനിന്ന് കളിച്ച് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ മാറി നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ വോട്ട് ചെയ്ത് കോൺഗ്രസിനെ തോൽപ്പിച്ച ഒരു വിമതനായി ശ്രീ രാജേഷ് മാറി. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അന്ന് രാവിലെ അവസാനം അദ്ദേഹം ചോദിച്ചത് സ്ഥാനാർത്ഥിയെ മാറ്റാൻ തയ്യാറാവുമോ? അപ്പൊ KC ജോസഫ് ചോദിച്ചു, സ്ഥാനാർത്ഥിയെ മാറ്റാൻ തയ്യാറായാൽ രാകേഷ് വോട്ട് ചെയ്യും? ഇപ്പോൾ രാകേഷിന്റെ ഉത്തരം, ഞാൻ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും, ഡെപ്യൂട്ടി മേയർക്ക് വോട്ട് ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? ലീഗിന് വോട്ട് ചെയ്യില്ല ഞാൻ. അതായിരുന്നു അവസാനത്തെ സംഭാഷണം KC ജോസഫും ശ്രീ രാകേഷും.
എന്താ ഉണ്ടായത്? കോൺഗ്രസിനെ തോൽപ്പിച്ചു, ലീഗിനെ ജയിപ്പിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തു. വല്ല സ്ഥിരതയുണ്ടോ? വല്ല ബുദ്ധിഭ്രമം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന സ്ഥിരതയുള്ള രാഷ്ട്രീയ ബുദ്ധിയുടെ ഒരു പ്രതിനിധിയാണ് രാകേഷ് എന്ന് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് ബോധ്യമായിട്ടുണ്ടാവും. ഒരു കാര്യത്തിൽ താങ്കൾ ഉത്തരം പറയും. ഈ ഒരു ആരാണ് ഈ ഭൂതത്തെ തുറന്നു വിട്ടതെന്ന് പറയാൻ അത് പറയേണ്ടിടത്ത് പറയും. അകത്ത് പറയേണ്ടതും പുറത്ത് പറയേണ്ടതുണ്ട്. ഷിജു, ഒരു പാർട്ടിക്കകത്ത് ഇത് പൊതുയോഗമല്ല. ഞാനൊരു കാര്യം പറയാം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സതീശൻ പാച്ചേരി, KP നൂറുദ്ദീൻ സാഹിബ്, സി ജോസഫ് ഒക്കെ ഉയർത്തിയ ഉന്നത രാഷ്ട്രീയ നിലവാരവും ഹാർഡ് വർക്കും എഫർട്ടും ഒക്കെ ഏറ്റവും ശ്ലാഘനീയമാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രവർത്തിച്ചവരും റിസൾട്ട് തന്നവരെ കുറിച്ചല്ലാതെ രാമകൃഷ്ണൻ മാത്രമല്ല, വേറെ എത്രയാളുണ്ട് ഈ ജില്ലയിൽ? 5 KPC സെക്രട്ടറിമാരുണ്ട്. ഈ ജില്ലയിൽ 5 KP സെക്രട്ടറിമാരുണ്ട്. ഒരു സെക്രട്ടറി, ഞാൻ അവരാരും പേര് പറഞ്ഞില്ല. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് PK രാഗേഷിന് കരുത്ത് പകരുന്നതെന്ന് കെ സുധാകരൻ. MM ഹസൻ അടക്കമുള്ളവരുടെ നിലപാടുകൾ ശരിയായില്ല, KPCCക്ക് പരാതി നൽകും. ഇത്തരം കാര്യങ്ങളാണ് കെ സുധാകരൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. PK രാഗേഷ് വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നീളുന്ന കുന്തമുനകളെയൊക്കെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം എന്ന രീതിയിൽ വിലയിരുത്തിയാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ന് പ്രസക്തമാണ്. ഇത്തരം കാര്യങ്ങളാണ് കെ സുധാകരൻ പറഞ്ഞു വന്നത്.